ചുവപ്പ് പരവതാനി വിരിച്ച് ഡൊണാൾഡ് ട്രംപിന് വൻ വരവേൽപ്പ്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരിട്ടെത്തി സ്വീകരിച്ചു. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒടുവിൽ പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ പൊൻകിരണം. ഗാസ സമാധാന ഉടമ്പടി പ്രകാരം 7 ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. ബാക്കി 13 പേരെയും ഇന്ന് മോചിപ്പിക്കും. ട്രംപ് ഇസ്രയേലിൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ട്രംപിന് പരമോന്നത സിവിലിയൻ ബഹുമതി പ്രഖ്യാപിച്ച് ഇസ്രയേൽ. 20 ലോകരാഷ്ട്ര നേതാക്കളുടെ സാന്നിധ്യത്തിലെ ഈജിപ്ത് ഉച്ചകോടി ഉച്ചയ്ക്ക് ശേഷം. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് ED സമൻസ് നൽകിയത് ലാവ്ലിൻ കേസിൽ. 2020 കേസിൽ വിവേകിനെ വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിൽ. ED അന്വേഷണം ക്രൈം നന്ദകുമാറിന്റെ പരാതിയിൽ. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. മരിച്ചത് കൊല്ലം സ്വദേശിയായ പുരുഷൻ. 1.5 മാസത്തിനിടെ 15 മരണം. ഇന്ന് വീണ്ടും രോഗബാധ. രോഗം സ്ഥിരീകരിച്ചത് കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ 6 വയസ്സുകാരനും. കോഴിക്കോട് വടകരയിൽ 4 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. കരൂർ ദുരന്തം CBI അന്വേഷിക്കും. സുപ്രീംകോടതി ഉത്തരവ് TVKയുടെ ഹർജിയിൽ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. ജോലിക്ക് ഭൂമി കൈക്കൂലി കേസിൽ ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. ലാലുവിന്റെ അറിവോടെയാണ് അഴിമതി നീക്കമെന്ന് റോസ് അവന്യൂ കോടതി. ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും A. പത്മകുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. വിവരങ്ങൾ ശേഖരിച്ച് ED. പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസും BJPയും. UDFുമായി സഹകരിക്കാൻ താൽപര്യമറിയിച്ച് CK ജാനു. നേതൃത്വത്തിന് കത്ത് നൽകി. NDAയിൽ നിന്ന് വിവേചനം നേരിട്ടെന്ന് ജാനു അമൃത വാർത്തകളോട്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. അംഗത്വം സ്വീകരിച്ചത് AICC ആസ്ഥാനത്തെത്തി. സമാധാന ഉച്ചകോടിക്ക് മുന്നോടിയായി 7 ബന്ദികളെ മോചിപ്പിച്ച് ഹമാസ്. ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറി. ബാക്കി 13 പേരെയും മോചിപ്പിക്കും. ജയിലിലുള്ള 280 പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും. പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുകയാണ് ടെൽ അവീവിൽ. ഉടമ്പടി ഒപ്പിടുന്നതിൽ സാക്ഷികളാകാൻ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ ഈജിപ്തിലേക്ക് എത്തുന്നുണ്ട്. സ്വപ്ന വിജയകുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. സ്വപ്ന, സൂചിപ്പിച്ചതുപോലെ സമാധാന വഴിയിലേക്ക് പശ്ചിമേഷ്യ മാറുന്നതിന്റെ ആദ്യ പടിയാണ് നടക്കുന്നത്. ഈ ബന്ദി കൈമാറ്റം ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് സമാധാന ഉടമ്പടി കൂടി ഒപ്പുവയ്ക്കുകയാണ്. അഖില, തീർച്ചയായും ലോകം പ്രാർത്ഥനയോടെ അങ്ങേയറ്റം ആശങ്കയോടെ കാത്തിരുന്ന ആ നിമിഷം യാഥാർത്ഥ്യമായിരിക്കുന്നു. ആശ്വാസത്തിൻ്റെ കണ്ണുനീരാണ് നമുക്ക് ഇന്ന് ആ ബന്ദി കൈമാറ്റ വേദിയിൽ കാണാൻ സാധിച്ചത്. അതുതന്നെയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഏറ്റവും കാതലെന്ന് നമ്മൾ പറയുന്ന ആ സമാധാന ഉടമ്പടിയിൽ ഏറ്റവും കാതലെന്ന് പറയുന്ന ബന്ദി കൈമാറ്റമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ 20 ബന്ദികളെ മോചിപ്പിക്കുമെന്നാണ് ഈ ധാരണ പ്രകാരം ഉള്ളത്. 48 ബന്ദികളിൽ ജീവനോടെയോ അല്ലാതെയുള്ള ഈ 48 ബന്ദികളിൽ 20 പേരുടെ മോചനമാണ് ഇന്നിപ്പോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈജിപ്ത് സമ്മിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ഈ 7 ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു. അങ്ങേയറ്റം പ്രാർത്ഥനയോടെ ഒരുപക്ഷെ അവസാന നിമിഷം വരേക്കും ആശങ്കയായിരുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ കാര്യമാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനൊരു പാളിച്ച ഉണ്ടാകുമോ എന്ന ആശങ്കയും ഈ ലോകത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ദൂരീകരിച്ചുകൊണ്ട് ബന്ദി കൈമാറ്റം തുടങ്ങിയിരിക്കുന്നു. 7 പേരെ മോചിപ്പിച്ചു. ഇവരെ റെഡ് ക്രോസിനാണ് ആദ്യം കൈമാറിയത്. റെഡ് ക്രോസ് അവിടെ നിന്ന് ഇവരെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് കൈമാറി. അവരുടെ ക്യാമ്പിൽ എത്തിയതിനു ശേഷം പരിശോധന നടന്നു. അതിനുശേഷം ഇവരെ ഹോസ്പിറ്റലിലേക്കാണ് മാറ്റുക. 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ ഈ ബന്ദികളെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും ബന്ദികളെ അവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ അതിനു മുൻപ്
തന്നെ ഇവരെ ഈ റെഡ് ക്രോസിനെ പരിശോധിച്ച ആ സമയത്ത് തന്നെ ഇവരുടെ എല്ലാം ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് സംസാരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടായി. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കാത്തതാണ്. അതായത് 738 ദിവസത്തിന് ശേഷമാണ് ഇവർ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ജീവൻ്റെ ഒരു പ്രതീക്ഷയാണ്, ജീവനോടെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രതീക്ഷ അത് സഫലീകരിച്ചിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനായി അവർക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. അതും 738 ദിവസത്തിന് ശേഷം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിച്ചു. അദ്ദേഹം ഇതിന് മുൻകൈയെടുത്ത അല്ലെങ്കിൽ ഈ ഒരു സമാധാന കരാറിന് കാരണഭൂതനായ ട്രംപിന് രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നത ബഹുമതിയായ സിവിലിയൻ ബഹുമതി നൽകാനുള്ള പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിലായി നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇസ്രയേലിൽ ടെലവീവിൽ എത്തിയ ട്രംപിന് അങ്ങേയറ്റം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചുവപ്പ് പരവതാനി വിരിച്ചുള്ള സ്വീകരണമാണ് ഇസ്രയേൽ നൽകിയത്. അല്പസമയത്തിനകം അദ്ദേഹം ഇസ്രയേൽ പാർലമെന്റ് നെസ്റ്റിനെ അഭിസംബോധന ചെയ്യും. അതിനുശേഷം ഒരു പക്ഷേ ഈ ബന്ദികളുടെ എല്ലാം ബന്ധുക്കളെ കാണാനുള്ള ഒരു സാധ്യതയും ആരായുന്നുണ്ട്. തനിക്ക് ഗാസയിൽ പോകാനും താല്പര്യമുണ്ട് എന്ന് ഇസ്രയേലിൽ ടെലവീവിൽ ഇറങ്ങുന്നതിന് മുൻപ് ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചതായി മാധ്യമപ്രവർത്തകർ പറയുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഗാസ ഉച്ചകോടിയിലേക്ക് ഇന്ത്യൻ സമയമനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഈജിപ്ത് സമ്മിറ്റ് നടക്കുക. ലോകത്തുള്ള 20 അത് അറബ് യൂണിയൻ, യൂറോപ്യൻ യൂണിയൻ അടക്കം 20 രാഷ്ട്രങ്ങളുടെ ഉച്ചകോടിയിലാണ് ട്രംപ് പങ്കെടുക്കുക. ഗാസയിൽ ഇനി എന്ത് എന്ന് തീരുമാനിക്കുന്നത് ഈ ഉച്ചകോടിയാണ്. ശരി, സ്വപ്നയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമലയിലെ തിരികെ എത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറഞ്ഞെന്ന് കണ്ടെത്തിയിരുന്നു. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ SIT നീക്കം തുടങ്ങി. കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച് EDയും വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ തിരിച്ചെത്തിയ ദ്വാരപാലക പാളികളിലും തകിടുകളിലും വലിയ തൂക്കക്കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയം വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും സ്വർണ്ണപ്പണി നടത്തുന്ന സ്ഥാപനത്തിന് ഉടമയുമായ നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹതയുണ്ടെന്ന് വിജിലൻസ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു വരുമാനവുമില്ലാത്ത പോറ്റി തുടർച്ചയായി നടത്തിയ വഴിപാടുകളും ലക്ഷങ്ങളുടെ സംഭാവനയും സ്പോൺസർഷിപ്പും വിജിലൻസിന് സംശയമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട സ്വർണം വേഗം കണ്ടെത്തുക, ദ്വാരപാലക പാളികൾ വ്യാജമായി നിർമ്മിച്ചത് എവിടെയെന്ന് കണ്ടെത്തുക എന്നിവയ്ക്കാണ് ആദ്യഘട്ട അന്വേഷണത്തിൽ പ്രാധാന്യം നൽകുന്നത്. EDയുടെ വിവരശേഖരണം തുടരുകയാണ്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് നിലവിൽ പ്രാഥമിക വിവരശേഖരണം നടക്കുന്നത്. പോലീസിനോടും വിജിലൻസിനോടും വിവരങ്ങൾ തേടി തെളിവുകൾ ശേഖരിച്ച ശേഷമാകും ECR രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കുക. കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയാൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയാണ്. ഞാൻ 3 ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു. ഇന്നും ഞാൻ പറയുന്നു, ദേവസ്വം മന്ത്രി വാസവനോട് ഞാൻ പറയുന്നു, ശകലം പ്രതിപക്ഷം ശബരിമല വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടെന്ന് VD സതീശൻ. ചെന്നൈയിലേക്ക് പോയത് വ്യാജ മോൾഡാണ്, യഥാർത്ഥ സ്വർണം വിറ്റു. അന്നത്തെ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനും കാര്യങ്ങൾ അറിയാം. അന്നത്തെ മന്ത്രിയെ കൂടി പ്രതിയാക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ED സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിൽ. വിവേക് കിരണിനെ ED വിളിപ്പിച്ചത് സാക്ഷി എന്ന നിലയിലാണ്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലാണ് ED അന്ന് നടപടി സ്വീകരിച്ചത്. ശ്രീജിത്ത് നായരുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, നേരത്തെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് സമൻസ് അയച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ വ്യക്തത വരികയാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് സാക്ഷി എന്ന നിലയിൽ വിവേക് കിരണിനെ വിളിപ്പിച്ചതെന്നും വിവേക് അതിൽ ഹാജരായില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്?
അഖില 2023 ഫെബ്രുവരി 14 രാവിലെ 10:00 കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മുഖ്യമന്ത്രിയുടെ വിലാസത്തിൽ സമൻസ് അയച്ചത്. എന്നാൽ വിവേക് കിരൺ ഹാജരായിരുന്നില്ല. ED ഈ കേസ് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്തത് 2020 നിലവിലെ ഒരു സമൻസ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. സാക്ഷി എന്ന നിലയിലാണ് വിവേകിനെ വിളിച്ചു വരുത്താൻ ED അന്ന് തീരുമാനിച്ചത്. നേരത്തെ ചോദ്യം ചെയ്തവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് നോട്ടീസ് അയച്ചത്. ക്രൈം നന്ദകുമാറിന്റെ പരാതിയിലായിരുന്നു ഈ നടപടികൾ പുരോഗമിച്ചിരുന്നത്. വിവേക് പഠിച്ചിരുന്നത് UK യിലായിരുന്നു. ദിലീപ് രാഹുലൻ പ്രവർത്തിച്ചിരുന്നത്. ദിലീപ് രാഹുലിനും ലാവ്ലിൻ കേസുമായുള്ള ബന്ധങ്ങളൊക്കെ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ദിലീപ് പ്രവർത്തിച്ചത് UK കേന്ദ്രീകരിച്ചായിരുന്നു. പസഫിക് കൺട്രോൾ സ്ഥാപനത്തിന്റെ ഉടമയായ ദിലീപ് രാഹുലൻ ലാവ്ലിൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലും ചില മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് ഈ വിവേക് കിരണിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. പക്ഷേ നേരത്തെ വാർത്തകൾ പുറത്തു വന്നത് നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിഷയത്തിലാണ്. അതിനൊരു കാരണമുള്ളത് ഈ സമൻസ് അയച്ച ദിവസം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് തട്ടിപ്പ് കേസിൽ ED സമൻസ് അയച്ച ദിവസമാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിനെ ചോദ്യം ചെയ്ത ശേഷം ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് ഉണ്ടായ ഒരു ധാരണയാണ് EDയുടെ സമൻസ് അതുമായി ബന്ധപ്പെട്ടതായിരിക്കാവുന്ന ധാരണയിലാണ് അന്ന് വാർത്തകൾ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ സാക്ഷി എന്ന നിലയിൽ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിന് തുടർ നടപടികൾ ഉണ്ടാകാത്ത ഒരു ദുരൂഹമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്. അതിനുശേഷമാണ് സമൻസ് അയച്ച ശേഷം മറ്റു തുടർ നടപടികളിലേക്ക് കഴിഞ്ഞ 2 വർഷമായി ED കടന്നിരുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയെ അവശേഷിക്കുന്നുണ്ടായാലും സമൻസ് അയച്ചത് ലാവ്ലിൻ കേസിലാണെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം. അഖില. ശരി, ശ്രീജിത്ത് നായരാണ് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകനെതിരായ ED സമൻസിൽ എന്താണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. ED സമൻസ് മൂടിവെച്ചത് എന്തിനെന്നും കേസ് ഇല്ലാതായി എന്ന് MA ബേബി എങ്ങനെ അറിഞ്ഞുവെന്നും VD സതീശൻ ചോദിച്ചു. ഇത് മനസ്സിലാകേണ്ട പ്രശ്നം, ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടും എല്ലാവരും മൂടി വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം, ആരോടും പറഞ്ഞില്ല. പിന്നെ ഇത് എങ്ങനെ ഈ നോട്ടീസ് സാധാരണ ഒരാൾക്ക് അയച്ചാൽ, ED നോട്ടീസ് അയച്ചാൽ അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. ഇത് യാതൊരു പ്രൊസീജിയറും നടന്നിട്ടില്ല. പിന്നെ എന്നാണ് നമ്മുടെ അറിവ്. കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണത്തിന് സുപ്രീം കോടതി നിർദ്ദേശം. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. TVK ഹർജി അംഗീകരിച്ചാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കരൂർ ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നിർണായക തീരുമാനം കൈക്കൊണ്ടത്. ദുരന്തത്തിന്റെ അന്വേഷണം CBIക്ക് കൈമാറിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ JK മഹേശ്വരി, NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് വിധി പറഞ്ഞത്. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. അന്വേഷണ പുരോഗതി വിലയിരുത്താൻ 3-അംഗ കമ്മിറ്റിക്കും സുപ്രീം കോടതി രൂപം നൽകി. മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് അജയ് റസ്തോഗി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. തമിഴ്നാട് കേഡറിലുള്ള 2 IPS ഉദ്യോഗസ്ഥരും കമ്മിറ്റിയിലുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാകരുതെന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകി. ഉദ്യോഗസ്ഥർ IG റാങ്കിൽ കുറയാത്ത ആളുകളാവണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ കോടതി വിമർശിച്ചു. ദുരന്തത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിലപാട് അംഗീകരിക്കുന്നതായി 2-അംഗ ബെഞ്ച് പറഞ്ഞു. പൗരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണമെന്ന് കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട് സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ 8 ആഴ്ച സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഒക്ടോബർ 3-ാം തീയതിയാണ് കരൂർ ദുരന്തത്തിൽ SIT അന്വേഷണത്തിന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിറക്കിയത്. സെപ്റ്റംബർ 27-ന് കരൂരിൽ നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരാണ് മരിച്ചത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. IRCTC അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും തിരിച്ചടി. ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, തേജസ്വി യാദവ് എന്നിവർക്കെതിരെ കുറ്റം ചുമത്തി. ഡൽഹി റോസ് അവന്യൂ CBI കോടതിയുടേതാണ് ഉത്തരവ്. ലാലു പ്രസാദിന്റെ അറിവോടെയാണ് അഴിമതി നടന്നിട്ടുള്ളതെന്ന് കോടതി വിലയിരുത്തി. 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് IRCTCയുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയിലാണ് ലാലു പ്രസാദ് യാദവ്, ഭാര്യ റാബ്രി ദേവി, തേജസ്വി യാദവ് എന്നിവർക്കെതിരായ കുറ്റം ചുമത്തിയത്. ഗൂഢാലോചന, വഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവിന്റെ അറിവോടെയാണ് അഴിമതി നടന്നിട്ടുള്ളതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. IRCTCയുടെ ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട വലിയ അഴിമതി നടന്നുവെന്നാണ് CBI കണ്ടെത്തിയത്. റാഞ്ചിയിലും പുരിയിലും IRCTC ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി വ്യാജ ടെൻഡർ വിളിച്ചുവെന്നും അതുവഴി ഭൂമി ഇടപാടുകൾ നടന്നുവെന്നുമാണ് CBI പറയുന്നത്. ചട്ടവിരുദ്ധമായി കരാറുകൾ സ്വകാര്യ ഹോട്ടൽ ഉടമകൾക്ക് നൽകിയെന്നും CBI വ്യക്തമാക്കുന്നു. 2017-ലാണ് കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട ലാലു പ്രസാദ് യാദവ് നീക്കം നടത്തിയെങ്കിലും കേസിൽ ഉൾപ്പെട്ട എല്ലാവരും വിചാരണ നേരിടണമെന്ന് CBI പ്രത്യേക കോടതി ജഡ്ജി വിശാൽ കോഗ്നെ പറഞ്ഞു. അഴിമതി, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് ലാലു പ്രസാദ് യാദവിനെതിരെ ചുമത്തിയിരിക്കുന്നത്.
കണ്ടെത്തിയിരിക്കുന്നത്. തേജസ്വിക്കും റാബ്രി ദേവിക്കുമെതിരെ വഞ്ചനയും ഗൂഢാലോചനയും ചുമത്തിയിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടി RJD സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് മഹാസഖ്യം ബീഹാറിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJPയും JDUവും ഇത് ആയുധമാക്കുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വര മരണം. കൊല്ലം സ്വദേശിയായ പുരുഷനാണ് മരിച്ചത്. 2 കുട്ടികൾക്ക് കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിക്കുകയാണ്. അത് കൂടുന്നുണ്ട്, ഒപ്പം തന്നെ മരണവും കൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ മാസം തന്നെ 4 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആരോഗ്യ സംവിധാനം തികച്ചും നിഷ്ക്രിയമായി എന്ന് വേണ്ടേ പറയാൻ? തീർച്ചയായിട്ടും അഖില, ആശങ്ക വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ 1.5 മാസക്കാലത്തിനിടയ്ക്ക് മാത്രം 15 പേരാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. ഈ ആരോഗ്യവകുപ്പ് ഈ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും ഈ മരണങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് തുടരുകയാണ്. ഈ മാസം മാത്രം ഇന്നത്തെ മരണവും കൂടി ചേർത്ത് 4 പേരാണ് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെട്ടത്. കൊല്ലം സ്വദേശിയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ അസുഖം ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം ഇന്ന് മരണപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്ന് 2 പേർക്ക് കൂടി ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നത് ഇതിന്റെ ഒരു ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 3ഉം 6ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ്. കണ്ണൂർ കാസർഗോഡ് സ്വദേശികളാണ് ഇവർക്കാണ് ഇന്ന് നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവർ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എങ്കിലും ഈ ആശങ്ക തീരുന്നില്ല. കാരണം ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ നെഗ്ലേറിയ ഫൗളേറിയ എന്ന് പറയുന്ന അമീബ വഴി ഇത്തരത്തിലൊരു അസുഖം ബാധിക്കുന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നതെങ്കിലും ഇത്രയധികം പേർക്ക് ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം മരണം സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അഖില, ശരി, ദേവികയാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ 4 വയസ്സുകാരി പനി ബാധിച്ചു മരിച്ചു. രാജസ്ഥാൻ സ്വദേശി അനമാണ് മരിച്ചത്. തോടന്നൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന നിസാമുദ്ദീന്റെ മകളാണ്. പനിയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് മരണം. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാന ആക്രമണം. ഇന്ന് പുലർച്ചെ 3:30 വാൽപ്പാറ വാട്ടർഫോൾ എസ്റ്റേറ്റിലെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം നടത്തിയത്. മുത്തശ്ശി അസ്ല, പേരക്കുട്ടി ഹേമശ്രീ എന്നിവരാണ് മരണപ്പെട്ടത്. ആന വീടിന്റെ ജനൽ തകർത്തതിനെ തുടർന്ന് ഉറക്കത്തിലായിരുന്ന അസ്ല പേരക്കുട്ടി ഹേമശ്രീയെ കയ്യിലെടുത്ത് ഓടി രക്ഷപ്പെടാൻ വാതിൽ തുറന്ന ഉടൻ വീടിന് മുന്നിലെത്തിയ കാട്ടാന ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. അസ്ലയെ തള്ളി വീഴ്ത്തിയ ശേഷം താഴെ വീണ ഹേമശ്രീയെ കാട്ടാന ചവിട്ടുകയായിരുന്നു. ചവിട്ടേറ്റ ഹേമശ്രീ ഉടൻ മരണപ്പെട്ടു. ഗുരുതരമായ പരിക്കേറ്റ അസ്ലയെ വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. ഹേമശ്രീയുടെയും അസ്ലയുടെയും മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. സ്വർണ്ണക്കൊളയിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഉണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ പ്രതിഷേധമാണ് നടക്കുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. മുന്നണി സഹകരണം ആവശ്യപ്പെട്ട് CK ജാനു UDFന് കത്ത് നൽകി. കഴിഞ്ഞ UDF യോഗം കത്ത് ചർച്ച ചെയ്തു. CK ജാനുവുമായി സഹകരണമാകാമെന്നാണ് നിലവിലെ ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് UDFൽ പ്രവർത്തിക്കാനുള്ള താൽപര്യം CK ജാനു അറിയിച്ചത്. രമേശ് ചെന്നിത്തലയും K മുരളീധരനും വിയോജിപ്പ് അറിയിച്ചതായാണ് വിവരം. 2 മാസം മുമ്പാണ് ജാനു നേതൃത്വം നൽകുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി NDA സഖ്യം വിട്ടത്. കഴിഞ്ഞ ദിവസം CK ജാനു പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട് ചർച്ച നടത്തിയിരുന്നു.
NDAയിൽ മുന്നണി സംവിധാനമെന്ന നിലയിൽ വേണ്ട പരിഗണന ലഭിച്ചില്ല എന്ന് CK ജാനു. മുന്നണി സംവിധാനമായി പ്രവർത്തിക്കാനാണ് UDFന് കത്ത് നൽകിയതെന്നും ജാനു പറഞ്ഞു. UDFുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. UDFുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. മുന്നണി എന്നുള്ള നിലയിൽ ഉള്ള ഒരു ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ആ ചർച്ചയിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ചർച്ചയാണ് ശരിക്കും നടന്നിരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഭവമൊന്നും നടന്നിട്ടില്ല. ഇല്ല, ഇപ്പോൾ NDA പോലുള്ള ഒരു മുന്നണിയായിട്ട് 9 വർഷമായിട്ട് ഞങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് JRPയുടെ എല്ലാ ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് നടന്നത്. ഇല്ല, ഇപ്പോ അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കണ്ണൻ ഗോപിനാഥന് അംഗത്വം നൽകി. ജനങ്ങളെ പ്രജകളാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൽ ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് പിന്നാലെയാണ് കണ്ണൻ ഗോപിനാഥൻ IAS പദവിയിൽ നിന്ന് രാജിവെച്ചത്. 19 में रिजाइन किया. उस वक्त एक चीज क्लियर था कि देश में जो सरकार जिस दिशा में देश को लेके जाना चाहता है वो सही दिशा नहीं है, वो गलत है. वो गलत क्या है वो क्लियर था, और गलत के खिलाफ लड़ना है ये भी क्लियर था. पर ऑल्टरनेटिव क्या है वो उस जर्नी तक पहुंचने में मुझे खुद भी क्लैरिटी की जरूरत थी. तो कई सारे 80-90 जिलों में घूमे, ट्रैवल किए, लोगों से बात किया. കൊല്ലം പുനലൂർ വെഞ്ചേമ്പിൽ പച്ചയിൽ മലയിൽ വൻ മണ്ണിടിച്ചിൽ. 1 കിലോമീറ്ററോളം ദൂരത്തിൽ മണ്ണ് കുത്തിയൊലിച്ചു. ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശത്താണ് സംഭവം. ടൂറിസം കേന്ദ്രമായ പിനക്കൽ പോയിന്റിന് സമീപമാണ് മണ്ണിടിഞ്ഞത്. വ്യാപക കൃഷിനാശം സംഭവിച്ചു. മരങ്ങളും കാർഷിക വിളകളും കടപുഴുകി. ജിയോളജി വകുപ്പും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴ പെയ്യാൻ സാധ്യതയുള്ളതിനാൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതി രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ 3 പേർ മരിച്ചു. കൊട്ടാരക്കര ഫയർ റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി S. കുമാർ, നെടുവത്തൂർ സ്വദേശിനി അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെയായിരുന്നു സംഭവം. ഹോംനഴ്സായി ജോലി ചെയ്തിരുന്ന അർച്ചനയ്ക്കൊപ്പം 2 മാസം മുമ്പാണ് ശിവകൃഷ്ണൻ താമസം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രി ശിവകൃഷ്ണൻ മദ്യപിച്ച് വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കി. തുടർന്ന് ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചു. ഇതോടെ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. ഇവർക്കൊപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അഞ്ജനയാണ് വിവരം പോലീസിലും ഫയർഫോഴ്സിലും അറിയിച്ചത്. ഫയർഫോഴ്സിന് ടോർച്ച് അടിച്ചു കൊടുക്കുന്നതിനിടെ കിണറിന്റെ കൈവരി തകർന്നാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രിയിൽ ശിവകൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചതിൻ്റെ ഫലമായിട്ടാണ് അർച്ചന അർദ്ധരാത്രിയോടുകൂടി കിണറ്റിൽ ചാടുകയും ഫയർഫോഴ്സ് സംഘം ഇവിടെ രക്ഷിക്കാനെത്തി. രക്ഷിച്ച് ഏകദേശം മുകളിലെത്തിയ സമയത്താണ് ഇതിൻ്റെ കിണർ ഇടിഞ്ഞ് ഒരു 3 പേരും താഴോട്ട് പതിച്ചതെന്നാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്ന നാട്ടുകാരടക്കം പറയുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്നു. പവൻ 240 രൂപ കൂടി 91,960 രൂപയായി. ഗ്രാമിന് 30 രൂപ കൂടി 11,495 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നതും സുരക്ഷിത നിക്ഷേപങ്ങളിലേക്കുള്ള മാറ്റവും കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കലുമാണ് വിലക്കയറ്റത്തിന്റെ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത്. പവന്റെ വില വൈകാതെ 1 ലക്ഷം രൂപയിലെത്തുമെന്നാണ് വിലയിരുത്തൽ. OBC ക്രിമിലെയർ വരുമാന പരിധി ഉയർത്തുന്നത് ആലോചനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ 8 ലക്ഷം രൂപ തന്നെ തുടരാനാണ് തീരുമാനം. 2017 സെപ്റ്റംബറിലാണ് 6 ലക്ഷം രൂപയിൽ നിന്ന് വരുമാന പരിധി 8 ലക്ഷമായി ഉയർത്തിയത്. സാധാരണഗതിയിൽ 3 വർഷം കൂടുമ്പോൾ ക്രിമിലെയർ പരിധി പുനഃപരിശോധിക്കുന്നത്. അതുപ്രകാരം ഇതിനോടകം തന്നെ 2 തവണ പരിശോധിക്കേണ്ടതായിരുന്നു. 2020 വരുമാന പരിധി 12 ലക്ഷമാക്കാനുള്ള നീക്കങ്ങൾ നടന്നെങ്കിലും വിവാദങ്ങളെ തുടർന്ന് തീരുമാനം മരവിപ്പിക്കുകയായിരുന്നു. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ സമനില ലക്ഷ്യമിട്ട് വിൻഡീസിന്റെ പോരാട്ടം. പരമ്പരയിൽ ആദ്യമായി വിൻഡീസിന് ലീഡ് ലഭിച്ചു. ജോൺ ക്യാമ്പലിന്റെയും ഷായ് ഹോപ്പിന്റെയും സെഞ്ചുറിയുടെ കരുത്തിലാണ് വിൻഡീസ് ലീഡ് നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 248 റൺസിന് ഓൾ ഔട്ടായി ഫോളോ ഓൺ വഴങ്ങിയ വിൻഡീസിന് ഇപ്പോൾ 28 റൺസിന്റെ ലീഡാണുള്ളത്. 4ാം ദിനം വിൻഡീസ് 4 വിക്കറ്റിന് 298 റൺസ് എന്ന നിലയിലാണ്. ഹോപ്പ് 8 വർഷങ്ങൾക്ക് ശേഷം സെഞ്ചുറി നേടി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.